നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് സദ്യയിലൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മധുരപ്പച്ചടിന്റെ റെസിപ്പിയാണ്. പൈനാപ്പിൾ പച്ചടി അല്ല കേട്ടോ ഇത്. പൈനാപ്പിൾ പച്ചടിന്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ പൈനാപ്പിൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു പച്ചടിയിൽ നമ്മൾ പൈനാപ്പിൾ അതിന്റെ കൂടെ മുന്തിരിയും പിന്നെ ഏത്തക്കായൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മധുരപ്പച്ചടി എങ്ങനെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഈ ഒരു പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തൊരു നാടൻ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതിന്റെ നടുഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അതങ്ങ് മുറിച്ച് കളയാം. എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. ഈ ഒരു പൈനാപ്പിൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്നൊരു 2 കപ്പ് പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. അതായത് ഒരു 250 ഗ്രാം പൈനാപ്പിൾ. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. അതിന്റെ കൂടെ തന്നെ 2 പച്ചമുളകൊന്ന് നെടുകെ കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ ആണെങ്കിൽ കൂടി ഇതിന് നന്നായിട്ട് വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും വെന്ത് വരാന്. നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലടിക്കുമ്പോഴേക്കും പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. 4 വിസിൽ കഴിഞ്ഞിട്ട് അതിന്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി. കുക്കറിൽ വെക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിന്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. 2 പച്ചമുളക് നമ്മൾ ആദ്യം പൈനാപ്പിൾ വേവിക്കാൻ നേരത്തെ അതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണേ. വെള്ളം ചേർത്ത് അരയ്ക്കണ്ട. നമ്മളിതിലേക്ക് തൈര് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു അരപ്പ് നമുക്ക് തൈര് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണ്ട കേട്ടോ. ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാം. നമ്മൾ എരിശ്ശേരിക്കൊക്കെ അരച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ അരച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് താനും. എന്നാൽ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ആക്കി നോക്കുമ്പോൾ ചെറിയൊരു തരിയുണ്ട് താനും. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പച്ചടിയിലേക്ക് കുറച്ച് കടുകും കൂടി ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. നേരത്തെ നമ്മൾ 4 സ്പൂൺ തൈര് ചേർത്തിട്ടായിരുന്നു തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ 1/2 കപ്പ് തൈരും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒട്ടും തരിയില്ലാതെ ഉടച്ചെടുക്കാം. ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അടിച്ച് മോര് പോലെ ആക്കരുത്. നമുക്ക് കുറച്ച് കട്ടിയുള്ള തൈരാണ് കേട്ടോ വേണ്ടത്. തൈര് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയേക്കാം. നമ്മൾ ആദ്യം വേവാനായിട്ട് വെച്ചിരുന്ന പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും വറ്റിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏത്തക്കായ മുറിച്ചിട്ടിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം പഴുത്തൊരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നടുക്ക് കൂടി ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ചെരിച്ച് പിടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ രീതിയിൽ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് പൈനാപ്പിളിന്റെ കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ പഴം കൂടി ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം ഒഴിക്കണം. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ജീരകവും പച്ചമുളകും ചേർത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങ, തൈര് കൂട്ടിയിട്ട് അരച്ചത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ജീരകത്തിന്റെയും തേങ്ങേന്റെയൊക്കെ പച്ചസ്വാദങ്ങ് പോയിക്കോട്ടെ. അരപ്പ് ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടുക് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരപ്പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നാലും പഞ്ചസാര ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിരിക്കുന്ന തൈരാണ്. 1/2 കപ്പ് തൈരുണ്ട്. നേരത്തെ നമ്മൾ ഉടച്ചു വെച്ചിട്ടില്ല, ആ തൈര് തന്നെയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചൂട് കയറി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട്. മുന്തിരി ഈ ഒരു സമയത്ത് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആദ്യം തന്നെ ചേർത്ത് തിളപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മുന്തിരി അങ്ങ് വെന്ത് അതിന്റെ പൾപ്പൊക്കെ പുറത്തേക്ക് വന്നിട്ട് കാണാനൊന്നും അത്ര നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചട്ടിക്ക് ചെറിയൊരു ചൂടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തും കൂടി ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട്
കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൈനാപ്പിളിന്റെ മധുരത്തിന് അതുപോലെ തന്നെ തൈരിന്റെ പുളിക്കൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഉപ്പിന്റെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്തേണ്ടി വരുവേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പച്ചടിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. കൂടാതെ അതിൻ്റെ കൂടെ ഒരു ഓളും കൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.